മാസ്റ്റർ ഹാപ്പിക്ക് വേണ്ടി ഒരു കൂടുണ്ടാക്കി. അവിടുന്ന് അയാൾ പോകാൻ നേരം ഹാപ്പി വളരെ ദയനീയമായി കരയാൻ തുടങ്ങി. അവൻ കുരയ്ക്കൽ നിർത്തുന്നില്ല. ഹാപ്പിക്കും അറിയാം ആരുമില്ലാതായാൽ മാസ്റ്ററും ഇല്ലാതാകുമെന്ന്. ഹാപ്പി കാണിക്കുന്നത് കണ്ട് മാസ്റ്റർക്ക് സഹിക്കാനായില്ല. അയാൾ ഓടി ഹാപ്പിയുടെ അരികിലെത്തി. അവർ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നതെന്ന് മാസ്റ്റർക്കും മനസ്സിലായി. വണ്ടിയിലെ ഫ്യൂൾ തീരാറായപ്പോൾ ആരുമില്ലാത്ത സ്ഥലം നോക്കി വണ്ടി പാർക്ക് ചെയ്ത് കീ വലിച്ചെറിയുന്നു. ഹാപ്പി എപ്പോഴും പോയി ഫുഡ് കളക്ട് ചെയ്യും. അതവൻ മാസ്റ്റർക്കും കൊണ്ടുവന്ന് കൊടുക്കും. ദിവസങ്ങൾ കഴിഞ്ഞു. വിന്റർ വന്നു. മാസ്റ്റർക്ക് വല്ലായ്ക കൂടി വരുന്നു. അയാൾ മരിക്കാൻ പോകുവാണെന്ന് അയാൾക്ക് മനസ്സിലായി. വണ്ടിയുടെ ഡോറ് തുറന്ന് ഹാപ്പിയെ പുറത്തേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി നീ എനിക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവരണ്ട എന്ന്. എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങി. എന്നാലും ഹാപ്പി ഫുഡ് കൊണ്ടുവരൽ നിർത്തിയില്ല. മാസ്റ്റർ മരിച്ചിട്ടും അവൻ മാസ്റ്റർക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ഹാപ്പിയുടെ മനസ്സിൽ ഒരു കാര്യമേ ഉള്ളൂ, തൻ്റെ മാസ്റ്റർക്ക് ഫുഡ് കൊണ്ടുവരണം. അങ്ങനെ ഒരു ദിവസം ഫുഡ് തേടി പോകുന്ന സമയം